പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണ്? നമ്മളിവിടെ കൂടാൻ ഇടവരുത്തിയ സാഹചര്യം എന്താണ്? നമ്മളെപ്പോലുള്ള ഓരോ പാവപ്പെട്ട തൊഴിലാളികൾ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത കാപാലന്മാരായ മുതലാളിമാരുടെ വിഴുപ്പലക്കുകയാണ്. നമ്മൾ പിറന്നു വീണ ഈ മണ്ണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. പക്ഷേ കയ്യൂക്കുള്ളൊരു വിഭാഗം മുതലാളിത്തവും അടിമത്തവും നിറച്ച ഒരു സംസ്കാരം വളർത്തിയെടുത്ത് ദുർബലരായ നമ്മെ മരിച്ചാൽ ദഹിപ്പിക്കാൻ ഒരു തുണ്ട് ഭൂമി പോലുമില്ലാതെ വിശക്കുന്നവനെ ഒരു നേരത്തെ ആഹാരം പോലും നിഷേധിക്കുന്ന വണ്ണം നമ്മെ പിറന്ന ഈ മണ്ണിൽ നിന്നും എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഈ ദുരിതം അനുഭവിച്ചവരാണ്. കഴിഞ്ഞ കാലം ഒന്ന് ഓർത്തു നോക്കൂ. എന്താ ഇവനാ തമ്പ്ര വടക്കേപ്പറമ്പില് കപ്പ മോഷിച്ചത്? ഒരു കുടിയനായ നിനക്ക് ഇത്ര ധൈര്യമോ? ഒയ്യാരമന തമ്പുരാക്കന്മാരുടെ നിഴലിൽ നിന്നേ തീണ്ടാപ്പാട് അകലെ നിൽക്കുന്ന വെറും ഒരു കുടിയൻ നീ. നിനക്കെങ്ങനെ ഇത്ര ധൈര്യം വന്നു? തമ്പ്ര എന്നോട് പൊറുക്കണം. ഈ ഉള്ളത് അറിഞ്ഞൊരു തെറ്റും ചെയ്തില്ല. എന്റെ ചെറ്റക്കുടിയിൽ വിശന്ന് കരഞ്ഞ് തളർന്നു കിടക്കുന്ന എന്റെ മക്കളെ കണ്ടപ്പോ ജന്മം കൊടുത്ത എന്റെ മനം പെറച്ചു. എന്റെ തമ്പ്ര, അന്തിയോളം ചോര നീരാക്കി പണിയെടുക്കുന്ന ഞങ്ങൾക്ക് പട്ടി മാത്രമേ ഉള്ളൂ തമ്പ്ര. മുറിച്ച് ചോര വീണ മണ്ണിന്ന് 2 കപ്പ ഞാൻ എടുത്ത്. അത് ഇത്രയ്ക്ക് വലിയ തെറ്റാണ് തമ്പ്ര. നാവടക്ക് നീ. നിങ്ങൾക്ക് ദൈവം വിധിച്ചത് അടിമത്തമാണ്. നിങ്ങൾ ഞങ്ങളുടെ അടിമകളാണ്. അടിമകൾക്കും വിശപ്പും ദാഹവും ഉണ്ട് തമ്പ്ര. മൂത്തി നിൽക്കാതെ ഈ നായെ തല്ലിക്കൊന്ന് കുടിച്ചു മൂടെ. ഞങ്ങളോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്ക് കാലൻ നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഇത്തരം അനീതികൾക്കെതിരെ നമ്മളെ പോലുള്ള ഓരോ ചെറുപ്പക്കാരും ഉയർത്തെഴുന്നേൽക്കണം. നമ്മളിൽ മേലാളന്മാർ അടിച്ചേൽപ്പിച്ച ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും അയിത്തത്തിന്റെയും അനാചാരത്തിന്റെയും രാക്ഷസക്കോട്ട തകർത്തെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വരും തലമുറയിൽ ദുരാചാരത്തിന്റെ ഒരു നിഴൽ പോലും അവശേഷിക്കരുത്. അതിനായി നമ്മുടെ ജീവൻ പണയം വെച്ചും ഈ ജന്മിത്ത വ്യവസ്ഥിതിയെ എന്നേക്കുമായി തുറച്ചു നിൽക്കും വരെ പോരാടണം. നമ്മുടെ മണ്ണിനു വേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്കൊരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. ഞങ്ങളുടെ ചോര വീണ ഈ മണ്ണിൽ നിന്നും ദുരാചാരത്തിന്റെ അവസാന ആണിവേലും പിഴുതെറിയും വരെ, ജീവൻ ത്യജിച്ചും അവസാന ശ്വാസം നിലയ്ക്കും വരെയും ഞങ്ങൾ പൊരുതുന്നതാണ്. പിറന്ന മണ്ണാണ് സത്യം. ഇന്ന് തന്നെ ജന്മിയെ വകവരുത്തണം. വേണ്ട, നാളെ അസ്തമയം ജന്മിത്ത വ്യവസ്ഥിത തന്നെ അസ്തമയമായിരിക്കും. ആകാശവാണി തൃശൂർ. വാർത്തകൾ വായിക്കുന്നത് രാമൻകുട്ടി. ഇന്ന് പുലർച്ചെ മധ്യ തിരുവിതാംകൂറിലെ മഹാരാജാവ് നാടുവേകി. ചന്ദ്ര, ഒരു ചായ. കാര്യസ്ഥം വലിയ തിരക്കിലാണല്ലോ. ഭൂമി തന്നെന്ന് പറയുന്നത് കേട്ടു. നേരാണോ? അതെ അതെ, നമുക്ക് വല്ലതും വേണമെങ്കിൽ തമ്പ്രാൻ പറയുന്നതനുസരിച്ച് നടക്കണം. ഇവിടെ അവര് പറയുന്നതാണ് നിയമം. ഓടാൻ പറഞ്ഞാൽ ഓടണം, ചാടാൻ പറഞ്ഞാൽ ചാടണം. എന്നാ ചായ. ചന്ദ്രേട്ടാ, ഒരു ചായ. ചിലരുണ്ട് കുറെ എണ്ണത്തെയും പിടിച്ച് സമ്പ്രക്കാന്മാരാക്കാന്നും പറഞ്ഞ് സംഘടന ഉണ്ടാക്കി നടക്കുന്നു. ഇവന്മാരൊക്കെ എന്തോ അലത്താനാ. ഓടാൻ പറഞ്ഞ ഓടാനും ചാടാൻ പറഞ്ഞ ചാടാനും തന്നെ പോലുള്ള തമ്പുരാന്റെ വാലാട്ടിപ്പട്ടികൾക്ക് പറ്റൂ. കൂടിയുള്ളവരെ കൂട്ടിക്കൊടുത്തും മിത്രങ്ങളെ ഒറ്റിക്കൊടുത്തും നീ നേടിയെന്ന് പറയുന്ന ഭൂമി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുന്ന ഈ തൊഴിലാളികളുടേതാണ്. പണ്ട് നീ എന്റെ അപ്പനെ ഒറ്റിക്കൊടുത്ത് തമ്പുരാൻ എന്ന് പറയുന്ന
ആ ചെട്ടിയുടെ വിശ്വസ്തനായി നീ. നിനക്ക് തിരിക്കട്ടെ. നിന്റെ തമ്പുരാനുള്ളത് ഞാൻ വൈകാതെ കൊടുക്കുന്നുണ്ട്. ആരൊക്കെ വരുന്നില്ല. ഇത് അവര് തന്നെ. തമ്പ്രാ, എവറാ തമ്പുരാൻ? എവറാ? ആരാടാ നീ? ഇറങ്ങി പോടാ മുറ്റന്ന്. ആ രാമും സംഘവും വന്നിട്ട് നമ്മുടെ ഇല്ലത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു തമ്പ്രാ. നമ്മുടെ അടിയാളന്മാരോട് പറ ആ നായ്ക്കളെ അടിച്ചു തോൽപ്പിക്കാൻ. അവരെല്ലാം രാമും സംഘവും അടിച്ചു തോൽപ്പിച്ചു തമ്പ്രാ. അടുത്ത് നമ്മളെയാ. എന്ത്? നീ പോയി അവരെവിടെ എത്തി നോക്ക്. ഞാനോ? ശരി തമ്പ്രാ. ഇവിടെ നിന്റെ യജമാനി തന്നു എന്ന് പറയുന്ന ഭൂമി, അതിൽ നിന്റെ ശവമടക്കാൻ പോലും നിനക്ക് യോഗമില്ല. മനുഷ്യകുലത്തിന് പോലും അപമാനമായി നീ ഈ ഭൂമിയെ അവശേഷിക്കരുത്. ഇത് വാടോ നീ. ഇവിടെ ആ തമ്പ്ര ഇവിടെ പോയവൻ എവിടെ പോയാലും നിന്നെ വെറുതെ വിടില്ലടാ. എവിടെ വിളിച്ചിരുന്നാലും നിന്നെ ഞാൻ വിടില്ല. ഇവിടെ നിൽക്കണം നീ. രാമോ വേണ്ട, നിക്കടാവളെ. നീ കാരണം കാലങ്ങളോളം ദുരിതങ്ങൾ പേറിയ പാവപ്പെട്ട കുടിയന്മാർ, അവർക്കിനി വേണ്ടത് ദുരിതമല്ല ജീവിതമാണ്. അതിനായി നീ ഈ പത്രത്തിൽ ഉൾപ്പെടെ ഇത് നിന്റെ സ്വത്തുക്കൾ മുഴുവൻ അവർക്കുള്ളതാണ്. രാമു വേണ്ട വേണ്ട വേണ്ട, മര്യാദയ്ക്ക് ഒപ്പിട്ടോ. നിന്റെ കിരാതഭരണത്തിൽ നീ മണ്ണിൽ നിന്ന് എത്ര കുടുംബങ്ങളെയാണ് പറിച്ചെറിഞ്ഞത്? അവരുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി നിന്റെ ജീവൻ ഞാൻ എടുക്കുകയാണ്. അയ്യോ! ഒരു കാട്ടാള യുദ്ധം നമ്മൾ കടപുഴക്കിയിരിക്കുന്നു. ഈ നിങ്ങളാണ് മണ്ണിന്റെ അവകാശികൾ. ഇത് നിങ്ങളുടെ ചോര വീണ സ്വാതന്ത്ര്യം. എന്താ ഈ രാമു പറയുന്നത്? എന്താ ഈ കാര്യം? എന്ത് കാര്യം? എന്താ ഈ രാമു പറയുന്നത്? ജന്മിയെ മറ്റും നമ്മൾ കൊന്നു.
ആ കുറ്റം ഞാൻ സ്വയം ഏറ്റെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാൻ. അല്ലെങ്കിൽ അവർ നമ്മളെ ഒന്നടങ്കം കുറ്റവാളികളാക്കും. ഇനി ഈ മണ്ണ് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കരുത്. നമ്മളെ ഇരുട്ടിലേക്ക് തള്ളിയിട്ട ആ കാലഘട്ടത്തെ ഈ ഒരിക്കലും ഈ പടിച്ചവിട്ടാൻ അനുവദിക്കരുത്. ധർമ്മവും നീതിയും നമ്മുടെ പക്കലാണ്. അതുകൊണ്ട് നാം ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. Thank you.